ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ചോദ്യ ദിനത്തിലുള്ള പായസം ഉണ്ടാക്കി നോക്കാം. ഇന്നും ഒരു വെറൈറ്റി പായസം തന്നെയാണ്. ഇന്നത്തെ പായസം മക്രോണി ക്യാരറ്റ് പായസം. ക്യാരറ്റും മക്രോണിയും വെച്ചിട്ടുള്ള ഒരു പായസമാണ്. നമ്മുടെ പാലടയുടെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ നമ്മൾ മില്ലറ്റ് പായസം ഉണ്ടാക്കിയില്ലേ, അതുപോലെ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഞാൻ ഈ മക്രോണിയാണ് എടുത്തത്. നല്ല തിളച്ച വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് ഊറ്റിയെടുത്തിട്ട് കഴുകി ഊറ്റിയെടുത്ത് വെച്ചതാണ്. ഇത് നല്ലപോലെ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കിട്ടും നമ്മൾ മക്രോണി പാസ്തയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. പിന്നെ അതുപോലെ ഒരു ക്യാരറ്റ് നല്ലപോലെ കുക്കറിൽ വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് നല്ല ക്യാരറ്റിൻ്റെ പേസ്റ്റാണിത്. അതുപോലെ ഒരു 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്ത് വെച്ചതാണ്. അതൊരു 4 ടേബിൾ സ്പൂണാണ്. അതുപോലെ കുറച്ചൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ ഇത് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഗീയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അടുപ്പ് കത്തിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ എടുത്തു വെച്ച ക്യാരറ്റില്ലേ, നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ക്യാരറ്റ് വേവിച്ചിട്ട് അതിട്ട് കൊടുക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ മക്രോണിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഞാനിത് അടുപ്പ് കത്തിച്ചു. ഇനി ഇത് രണ്ടും കൂടി ഇട്ടു നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. ഈ മക്രോണിയും ക്യാരറ്റും കൂടെ നല്ലപോലെ മിക്സ് ആവട്ടെ. നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഈ മക്രോണി നമ്മുടെ ക്യാരറ്റ്. ഇനി നമുക്ക് എടുത്ത് വെച്ച 3/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, വെറും പാൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇതിലോട്ട്. ഇനി ഇതിൽ കിടന്നൊന്ന് നല്ലപോലെ തിളക്കട്ടെ. പാലിൽ കിടന്നിത് നല്ലപോലെ നമ്മുടെ പായസം തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ കാരമലൈസ്ഡ് ചെയ്ത് വെച്ച പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നില്ലേ, അപ്പം മധുരം കൂടുതലായിപ്പോൾ. ഇതേ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളക്കട്ടെ ഇനി നല്ലപോലെ. പിന്നെ ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പിഞ്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച കണ്ടൻസ്ഡ് മിൽക്കില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം റെഡിയായിട്ടുണ്ട്. കണ്ടോ, കണ്ടൻസ്ഡ് മിൽക്കും ഈ നമ്മുടെ പാലും പഞ്ചസാരയിലും ഒക്കെ കിടന്ന് നമ്മുടെ മക്രോണിയും ക്യാരറ്റും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച് പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്ത് വെച്ച പഞ്ചസാരയില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കട്ടെ. അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, കൂടുതലായി പോകണ്ട മധുരം. ഞാൻ നല്ലപോലെ നടക്കി മിക്സ് ചെയ്യട്ടെ. പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, അപ്പോൾ അത് ചേർത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ തീ ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്തു. നമ്മുടെ പായസം റെഡിയായില്ല, മക്രോണി ക്യാരറ്റ് പായസം. അപ്പോൾ എല്ലാവരും ഈ പായസവും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഇടുന്ന എല്ലാ പായസവും നിങ്ങൾ ട്രൈ ചെയ്യണേ. ഞാൻ കുടിച്ച് നോക്കാറുണ്ട്, നല്ല ടേസ്റ്റുമാണ്, അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നാളെ നമുക്ക് വീണ്ടും ഒരു നല്ല പായസമായിട്ട് വരാം.